ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പല വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു ഡ്രൈവറായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു കൂലിപ്പണിക്കാരനായിരിക്കും, അതുമല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ അത് എത്രയാണെങ്കിലും, നിങ്ങളുടെ ജോലി അതെന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ അതെങ്ങനെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാം, അതേക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളം ചിലപ്പോൾ 1000 രൂപയായിരിക്കാം, 1200 ആയിരിക്കാം, ചിലപ്പോൾ 1500 ആയിരിക്കാം, ചിലപ്പോൾ അതിൽ കുറവ് 800 900 ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ പൈസ എത്രയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്ന് പൊതുവെ പലരും പറയുന്ന ഒരു കാര്യമാണ്, അവർ കിട്ടുന്ന പൈസ അവർക്ക് തികയുന്നില്ലെന്നത്. കാരണം ഇന്ന് പലർക്കും ലോണുകളും മറ്റ് കടബാധ്യതകളൊക്കെ ഉണ്ട്. അവർ കിട്ടുന്ന പൈസ ലോണിനും അവരുടെ ആവശ്യങ്ങൾക്കും ആയി ചെലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ ഒരു രൂപ പോലും കാണില്ല. ഇങ്ങനൊരു അവസ്ഥ ഇന്നുള്ള എല്ലാവർക്കും ഉണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം അത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ 1000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കടവുമുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപയാണ് കടത്തിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നതെന്ന് കണ്ടെത്തുക. ഉദാഹരണത്തിന് 15,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം കടത്തിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ 30 ദിവസം ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ നിങ്ങളുടെ വരുമാനം 1000 രൂപ. അങ്ങനെയെങ്കിൽ 1000 × 30 30,000 രൂപ. ഈ 30,000 രൂപ നമുക്ക് കിട്ടുമ്പോൾ അതിൽ 15,000 രൂപ കടത്തിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു മാസം കിട്ടുന്നതിൻ്റെ പകുതി പൈസ കടത്തിന് വേണ്ടി പോകുന്നു. ഇപ്പോൾ ഇവിടെ 30,000ത്തിൻ്റെ പകുതി 15,000 രൂപ അതാണ് കടത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് 50% നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് കടത്തിന് വേണ്ടി കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്, അതിൽ എത്ര രൂപയാണ് കടത്തിന് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ ശതമാനം കണ്ടെത്തുക. ഈ 50% കടത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 50%. ഈ 50%ത്തിൽ ഒരു ദിവസം നിങ്ങളുടെ ചിലവുകൾ എന്തൊക്കെയാണ്, അതിന് എത്ര രൂപ വരുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. ഒന്നോ രണ്ടോ പേരുള്ള ഒരു വീട്ടിൽ ചിലപ്പോൾ 250 രൂപയായിരിക്കാം അവരുടെ ചിലവ്. എന്നാൽ ചില വീടുകളിൽ ചിലപ്പോൾ അവർക്ക് 400 450 ഒരു ദിവസം ചിലവായെന്ന് വരാം. ഞാനിപ്പോൾ 400 രൂപ ചിലവാകുന്നതെന്ന് ഒരു കണക്കെടുക്കുന്നു. അതായത് 30,000 രൂപ കിട്ടുന്നതിൽ 50% അദ്ദേഹം കടത്തിന് കൊടുക്കുന്നു. പിന്നെ 50% ഉള്ളതിൽ 40% അദ്ദേഹത്തിൻ്റെ ചിലവിന് വേണ്ടി ഉപയോഗിക്കുന്നു. ചിലവെന്ന് പറയുമ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾ, വീട്ടിൽ വേണ്ട ആഹാര സാധനങ്ങൾ വാങ്ങൽ, ആ കുടുംബത്തിന് വേണ്ട ഡ്രസ്സുകൾ വാങ്ങൽ, മറ്റ് കാര്യങ്ങൾ, ഇങ്ങനെ ഓരോന്നിനും ഈ ചിലവുകളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയും. ഇനി ബാക്കി വരുന്ന 10%, അതായത് 1000ത്തിൽ 100 രൂപ. ഈ 100 രൂപ നിങ്ങൾക്ക് സേവിങ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് കടം എത്രയാണോ അതും കഴിഞ്ഞ് ചിലവും കഴിഞ്ഞ് ബാക്കി എത്ര രൂപ വരും, ആ പൈസ മാത്രം നിങ്ങൾ സേവിങ്ങിനായിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. സേവിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പൈസ അത് വേറെ ഒന്നിനും എടുക്കാതിരിക്കുക. അത് സേവിങ് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു വീട് വയ്ക്കാൻ കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാൻ കുറച്ച് പൈസ വേണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രം ഈ സേവിങ് പൈസ ഉപയോഗിക്കുക. അല്ലാതെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ ഈ സേവിങ് പൈസ വെറുതെ എടുത്ത് ഉപയോഗിച്ച് തീർക്കരുത്. അതെപ്പോഴും ഒരു സേവിങ് ആയിട്ട് തന്നെ വയ്ക്കുക. നിങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾക്ക് വരുന്ന പൈസ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ 400 രൂപയാണ് ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നത്. പക്ഷേ അതിൽ 400 രൂപ നിങ്ങൾക്ക് ചിലവായി വരുന്നില്ല. ഒരു 300 രൂപ ഒരു ദിവസം ചിലവാകുന്നുള്ളൂ. അപ്പോൾ ആ 100 രൂപ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോ ദിവസവും എക്സ്ട്രാ പൈസ കാണും. ഈ പൈസകളൊന്നും സേവിങ്ങിലേക്ക് ഇടണ്ട. അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ
കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ എക്സ്ട്രാ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ പൈസയും പോരാതെ വരുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സേവിങ് നമ്മൾ നേരത്തെ കേട്ട പോലെ ഒരു വീട് വയ്ക്കാനോ, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനോ, ഒരു കാറ് വാങ്ങാനോ, അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് വാങ്ങാനോ, ഇങ്ങനെയുള്ള സേവിങ്ങിന് വേണ്ടി മാത്രം ഈ പൈസ ഉപയോഗിക്കുക. ഈ സേവിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന 10% അതിനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 5%വും 5%വും. അതിൽ 5% നിങ്ങൾക്ക് സേവിങ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി മറ്റേ 5% അത് എമർജൻസി ഫണ്ടായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി, ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ഈ എമർജൻസി ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കടമുള്ള ഒരാൾക്ക് ഈ ഒരു പ്ലാൻ പിൻപറ്റിയാൽ നന്നായിട്ട് നിങ്ങൾക്ക് പൈസയും സേവ് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് വലിയ കടങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഒരു കടവും നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര രൂപയാണ് ചിലവാകുന്നതെന്ന് കണ്ടുപിടിക്കുക. ചിലപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നതിൽ 500 രൂപ നിങ്ങൾക്ക് ചിലവാകുമെന്ന് വിചാരിക്കുക. എങ്കിൽ അതിൻ്റെ 50% നിങ്ങൾക്ക് ചിലവിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി 50% ഉണ്ട്. ഈ 50% ഒന്നുകിൽ മുഴുവനും നമുക്ക് സേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ 50%നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നെങ്കിൽ അതിലൊരു 40% സേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, അതിലൊരു 10% എമർജൻസി ഫണ്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സേവിങ് പൈസ ഒരിക്കലും നമ്മൾ തൊടരുത്, അതങ്ങനെ തന്നെ വയ്ക്കുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ ഈ 50%ത്തിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ എമർജൻസി ഫണ്ടിൽ നിന്ന് എടുക്കുക. എന്നിട്ടും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രം, അതും അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ സേവിങ് ആയിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന പൈസ എടുക്കുക. ശരിക്കും സേവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്കെന്നും ഒരു സംരക്ഷണമാണ്. ഭാവിയിൽ നിങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങാനോ, നേരത്തെ കേട്ട പോലെ ഒരു വീടോ, ഒരു കാറോ, കുറച്ച് ഗോൾഡോ, ഇങ്ങനെ എന്തെങ്കിലും വാങ്ങാനോ ഒക്കെ മാത്രം നിങ്ങൾ ഈ സേവിങ് ഉപയോഗിക്കുക. ഇനി ഈ സേവിങ് പൈസ ഉപയോഗിക്കുന്നില്ലെങ്കിലും അതെപ്പോഴും അതൊരു ഫണ്ടായിട്ട് അവിടെ കിടക്കും. ഭാവിയിൽ വേണമെങ്കിലും നിങ്ങളുടെ റിട്ടയർ ആവുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു വലിയ ആരോഗ്യ പ്രശ്നം വന്നതിന് ശേഷം തുടർന്നുള്ള സമയത്തൊക്കെ ഈ സേവിങ് പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ എത്ര രൂപ സേവിങ്ങിന് വേണ്ടി മാറ്റിവെക്കണം, എത്ര രൂപ എമർജൻസി ഫണ്ടായിട്ട് മാറ്റിവെക്കണം എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യത്തിലും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് എത്രയാണോ ഉചിതമെന്ന് തോന്നുന്നത് അത്രയും പൈസ നിങ്ങൾക്ക് അതിനുവേണ്ടി മാറ്റിവെക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ പൈസ മാറ്റിവെക്കാൻ കറക്റ്റായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് ഒന്നല്ല, 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിൽ മടിച്ച് നിൽക്കുക, അതൊരു വലിയൊരു തലവേദന പിടിച്ച പണിയാണെന്നൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാൻ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന പണം, അത് ദിവസം കിട്ടുന്ന പണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി ആയിക്കോട്ടെ, ഇതെല്ലാം ഈ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്. ഇനി വേറൊരു ബാങ്ക് അക്കൗണ്ട്, അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ ഇടാൻ വേണ്ടി ആയിരിക്കണം. നിങ്ങൾക്ക് ദിവസവും വരുന്ന ആവശ്യങ്ങൾക്കുള്ള പണം അത് ഈ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കണം. നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത് ആ പൈസ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇനി വേണ്ട മൂന്നാമത്തെ ബാങ്ക് അക്കൗണ്ട്, അതാണ് സേവിങ്സിന് വേണ്ടിയുള്ള അക്കൗണ്ട്. നിങ്ങൾ എത്ര രൂപയാണോ സേവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ ആ സേവിങ്ങിനുള്ള എമൗണ്ട് ഈ അക്കൗണ്ടിലേക്ക് അയയ്ക്കുക. ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം, സേവിങ്ങിന് വേണ്ടി നിങ്ങൾ എടുത്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ATM കാർഡോ UPI ആപ്പുകളോ എടുക്കരുത്. അങ്ങനെ ചെയ്താൽ അനാവശ്യമായിട്ടുള്ള പണം ചിലവാകാതെ നമുക്ക് നോക്കാൻ പറ്റും. ഇനി മറ്റ് 2 അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് ATM കാർഡും UPI ആപ്പും എടുക്കാവുന്നതാണ്. ഈ പ്ലാൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ അത് കുറച്ചാണെങ്കിലും നമുക്കത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനും നമുക്കത് സേവ് ചെയ്യാനും പറ്റും. ഇത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്ലാനാണ്. എന്നാൽ ഇതല്ലാതെ മറ്റ് വിധങ്ങളിലും നിങ്ങൾക്ക് സേവിങ്സ് കൂട്ടാൻ കഴിയും.
ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള മാർഗ്ഗങ്ങളിലൂടെ. അപ്പോൾ ഇതേക്കുറിച്ചെല്ലാം തുടർന്നുള്ള വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം.